എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മിത്രയും പ്രിന്നും ഗണ്ട് ഓഫീസിലേക്ക് വരുന്നു. രണ്ടുപേരും സ്റ്റാർലൈറ്റ് പ്രൊജക്ടിന് വേണ്ടി അവരുടെ ടെൻഡർ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ വന്നതാണ്. രണ്ട് എനിമീസ് ഫേസ് ടു ഫേസ് വരുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നു. രണ്ടുപേരും ഒരുപാട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗണ്ണ് സെക്രട്ടറി ഇവിടേക്ക് വരുന്നു. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഗണ്ണ് ബാലിയിലേക്ക് പോണ്ടി വന്നു. നിങ്ങൾ രണ്ടുപേരോടും സോറി പറയാനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ടെൻഡർ പ്രൊജക്ട് എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ ഗണ്ണ് സെൻഡ് ചെയ്യാമെന്നും ആ സെക്രട്ടറി പറയുന്നു. മിത്ര അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പ്രിൻ മനഃപൂർവ്വം അവളോട് ഫൈറ്റ് ചെയ്യുന്നു. ഈ പ്രോജക്റ്റ് നിനക്ക് കിട്ടുമെന്ന് നീ കോൺഫിഡൻ്റ് ആണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ 100% ഈ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹാർഡ് വർക്ക് ഗൺ ഇഗ്നോർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പ്രിന്നാകട്ടെ ഒരുപാട് സാഡാകുന്നു. കാരണം ഗണ്ണെ മിത്ര ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ മനഃപൂർവ്വം അവളോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. ഈ സീനിൽ ക്രിട്ട് ഒരുപാട് ഫ്രസ്ട്രേറ്റ് ആയിരുന്നു. കാരണം അവൻ പണം കൊടുക്കാനുള്ള ആ ഗുണ്ടകൾ അവനെ പിടിച്ച് അവന് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ ഞങ്ങൾക്ക് തരാനുള്ള 5 മില്യൺ തന്നില്ലെങ്കിൽ നിന്റെ കാര്യം ഞങ്ങൾ ശരിയാക്കുമെന്ന് അവർ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ടോഡ് അവിടേക്ക് വരുന്നു. അവന് നല്ല ദേഷ്യത്തിലായിരുന്നു. കാരണം അന്ന് ഓഫീസിലെ മീറ്റിങ്ങിൽ എല്ലാവരുടെയും മുന്നിൽ വച്ച് മിത്ര അവന് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് കാരണം അവൻ ഒരുപാട് നാണക്കേടായി. ഇങ്ങനെ ഫ്രസ്ട്രേഷൻ കാരണം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നു. നിന്റെ ഗാംബ്ലിംഗ് കാരണം ഞാൻ മടുത്തിരിക്കുക. നിനക്ക് ഞാൻ ഒരുപാട് പണം തന്നിട്ടുണ്ട്, പക്ഷെ നീ അതെല്ലാം നശിപ്പിച്ചു. നിനക്ക് തരാനായി ഇനി എൻ്റെ കയ്യിൽ പണമില്ല എന്ന് ടോഡ് പറയുന്നു. ക്രിട്ട് ദേഷ്യത്തിൽ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷേ എല്ലാ തവണത്തെയും പോലെ തന്നെ തടയാനായി ടോഡ് വരുന്നില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ക്രിട്ട് തിരിച്ചു വരുന്നു. എന്നിട്ട് ടോഡിനോട് സോറി പറയുന്നുണ്ട്. ഈ സീനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും. ക്രിട്ട് സത്യത്തിൽ ടോഡിനെ സ്നേഹിക്കുന്നില്ല, പകരം അവൻ്റെ പണത്തിന് വേണ്ടിയാണ് അവൻ്റെ കൂടെ ഉള്ളത്. ഇവിടെ മിത്ര വീട്ടിലേക്ക് തിരിച്ചു പോകാനായി ഡ്രൈവ് ചെയ്യാണ്. പ്രിൻ അവളെ ഒരുപാട് കോൾ ചെയ്യുന്നു. പക്ഷേ അവൾ അവൻ്റെ കോൾസ് ഒന്നും ആൻസർ ചെയ്യുന്നില്ല. അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു കാറ് ഒരുപാട് നേരമായി അവളെ ഫോളോ ചെയ്യുന്നു. സോ അവൾ വണ്ടി സൈഡിലേക്ക് നിർത്തുന്നുണ്ട്. ആരെ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബൈ മിസ്റ്റേക്ക് കോള് പോകുന്നത് പ്രിന്നിനാണ്. അപ്പോഴേക്കും ആ ഗുണ്ടകൾ അവിടെ വന്ന് ഫോഴ്സ് ചെയ്ത് അവളെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. അവൾ റെസിസ്റ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഹെൽപ്പിന് വേണ്ടി കരയുന്നു. അവളെ അറ്റാക്ക് ചെയ്ത് ബോധം കെടുത്തിയ ശേഷം ആ ഗുണ്ടകൾ അവളെയും കൊണ്ട് അവിടുന്ന് പോകുന്നു. ഇതെല്ലാം പ്രിൻ കേൾക്കുന്നുണ്ടായിരുന്നു. മിത്രയെ ഹെൽപ്പ് ചെയ്യാനായി ഉടനെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പ്രിൻ അവളെ അന്വേഷിച്ചിറങ്ങുന്നു. ഹെൽപ്പിന് വേണ്ടി അവൻ ഗണ്ണെ കോൾ ചെയ്യുന്നു. അപ്പോഴാണ് ഗൺ ബാലിയിലാണെന്ന കാര്യം അവൻ ഓർക്കുന്നത്. മിത്രയെ ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ആ അറ്റാക്കേഴ്സ് പറയുന്നത് പ്രിൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അവൻ നേരെ പോകുന്നത് ആ റിസോർട്ടിലേക്കാണ്. അതേസമയം ആ ഗുണ്ടകൾ മിത്രയും കൂട്ടി അവർ പറഞ്ഞ റിസോർട്ടിലേക്ക് വരുന്നു. അവളെ രക്ഷപ്പെടാനായി അവൾ ശ്രമിക്കുമ്പോൾ അവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൈയും കാലും കെട്ടി ഒരു റൂമിൽ അടയ്ക്കുന്നു. അതിനുശേഷം അവളുടെ ബോസിനെ കോൾ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ ഓക്കെയാണ്. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഞങ്ങൾ കളഞ്ഞു. കാറ് ഒരു ജംഗിളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. മിത്ര അന്വേഷിച്ച് പ്രിന്ന് അപ്പോഴേക്കും ആ റിസോർട്ടിലേക്ക് വരുന്നു. അവൻ വെളിയിൽ ഇറങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴുന്നുണ്ട്. അവിടെയെല്ലാം അവളെ അന്വേഷിക്കുന്നു. അതേസമയം മിത്ര ഇവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ ഗുണ്ടകൾ വന്ന് അവളെ വീണ്ടും അടിക്കുന്നു. എന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിന്ന റിസോർട്ട് മുഴുവൻ മിത്ര അന്വേഷിക്കുകയാണ്. അടുത്ത റൂമിൽ നിന്ന് എന്തോ കരച്ചിൽ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ അവിടേക്ക് വരുന്നു. മിത്രയെ കാണുന്നുണ്ട്. ആ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്ത് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ ഫൈറ്റിങ്ങിനിടയ്ക്ക് പ്രിന്ന് കത്തി കൊണ്ട് കുത്തും കിട്ടുന്നു. ഇത് കണ്ട് മിത്ര ഒരുപാട് പേടിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും പ്രിൻ ഒരു വിധത്തിൽ ആ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യുന്നു. അവരുടെ തലക്കടിച്ച് രണ്ടുപേരെ ബോധം കെടുത്തുന്നുണ്ട്. മിത്ര പ്രിന്നെ കൂട്ടി അവിടുന്ന് പോകുന്നു. തൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ അവൾ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഗുണ്ടകൾക്ക് ബോധം വരുന്നു. അവർ മിത്രയും പ്രിന്നെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. അതേസമയം മിത്ര ഇവിടെ ഒരുപാട് ടെൻഷനിലാണ്. അവൾ പ്രിൻ്റെ കയ്യിൽ പിടിച്ച് നിനക്കൊന്നും സംഭവിക്കില്ല, നീ ഓക്കെ ആകും, നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നു. താൻ ഓക്കെ ആണെന്ന് പ്രിന്നും പറയുന്നു. ഗുണ്ടകളുടെ കാറ് കുറേ നേരം ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇവരെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ ഈ ഗുണ്ടകളുടെ കാറിന് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റുന്നു. ഈ കാരണത്താൽ പ്രിന്നും മിത്രയും അവിടെ രക്ഷപ്പെടുന്നുണ്ട്. അതേസമയം മിത്രയുടെ വീട്ടില് മിത്ര ഇതുവരെ വരാത്ത കാരണം എല്ലാവരും ടെൻഷനിലാണ്. 2 കുട്ടികളും ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. മിത്ര വരാതെ ഞങ്ങൾ ഫുഡ് കഴിക്കില്ല എന്ന് അവരും പറയുന്നു.
മിത്രയുടെ ഡാഡ് ടോഡിനെ കോൾ ചെയ്ത് അവളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ ടോഡിന് ഒന്നും അറിയില്ലായിരുന്നു. അവളെ അന്വേഷിച്ച് ടോഡ് ഓഫീസിലേക്ക് പോകുന്നു. ഇതെല്ലാം കേട്ട് ക്രിട്ട് ഒരുപാട് ടെൻഷനിലാകുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് സീനിൽ മനസ്സിലാകും. കുറെ നേരമായിട്ടും മിത്രയെക്കുറിച്ച് ഒരു വിവരം കിട്ടാതെ ആകുമ്പോൾ രണ്ട് കുട്ടികളും ഒരുപാട് കരയുന്നു. ഞങ്ങൾക്ക് മിത്രയെ കാണണമെന്ന് അവർ രണ്ടുപേരും പറയുന്നുണ്ട്. ഇവിടെ ചെന്നായുടെ കോഫി ഷോപ്പിന് മുന്നിൽ വന്ന് പാട്ട് പാടുന്നു. കാരണം ലാസ്റ്റ് ടൈം പാമ്പിന്റെ പേരും പറഞ്ഞ് രണ്ടുപേരും ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടേക്ക് വരരുതെന്ന് ഞാൻ ചെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത്ര ഈസി ആയിട്ട് കൺവിൻസ് ആകുന്ന ടൈപ്പ് ആയിരുന്നില്ല. അവനിങ്ങനെ പാട്ട് പാടുമ്പോൾ അവൾ വെള്ളമെടുത്ത് അവളെ തലയ്ക്ക് ഒഴിക്കുന്നുണ്ട്. അവൾ അവനെയും കൂട്ടി ഷോപ്പിന്റെ ഉള്ളിലേക്ക് വരുന്നു. നിന്റെ ഗേൾഫ്രണ്ടുമായി ഫൈറ്റ് ഉണ്ടാക്കാൻ എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകാൻ അവൾ പറയുന്നുണ്ട്. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെൻ്റെ ഗേൾഫ്രണ്ടും. എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും എൻ്റെ ലൈഫിൽ വേണം. സോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഫൈറ്റ് ചെയ്യാതിരിക്കുമോ? ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലേന്ന് ചെൻ ചോദിക്കുന്നു. നായാകട്ടെ അവനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. പക്ഷെ ചെൻ അവളെ നോക്കി സ്മൈൽ ചെയ്യുന്നുണ്ട്. നീ എൻ്റെ മെൻ്റലാണോ? ഞാൻ നിന്നെ വഴക്ക് പറയുമ്പോൾ നീ എന്തിനാ എന്നെ നോക്കി സ്മൈൽ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല. നീ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ചെന്നും പറയുന്നു. അപ്പോഴേക്കും നായെ മിത്രയുടെ മദർ കോൾ ചെയ്യുന്നു. മിത്ര നിന്റെ കൂടെ ഉണ്ടോ? അവൾ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് മദർ പറയുന്നു. മിത്രയെ ഓഫീസിൽ കാണാതെയാകുമ്പോൾ ടോഡ് വീട്ടിൽ വന്ന് പോലീസിനെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ക്രിട്ട് അവനെ തടയുന്നുണ്ട്. എനിക്ക് ജയിലിൽ പോകാൻ താല്പര്യമില്ല എന്ന് അവൻ പറയുന്നു. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ ഗുണ്ടകൾ കൊടുക്കാനായി പണത്തിനു വേണ്ടി ക്രിട്ട് പാമ്പിൻ്റെ അടുത്ത് വരുന്നു. നിനക്ക് തരാനായി എൻ്റെ കയ്യിൽ 5 മില്യൺ ഇല്ല. പക്ഷെ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിക്കൊരാളെ അറിയാം, അയാൾക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് പാം പറയുന്നു. ഇതെല്ലാം കേട്ട് നീ എന്താ സ്റ്റുപ്പിഡാണോ ചോദിച്ച് ടോഡ് അവനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. പ്ലീസ് ഈ ഒരു തവണത്തേക്ക് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ക്രിട്ട് പറയുന്നു. ക്രിട്ടിന് വേണ്ടി 5 മില്യണിന് പാം മാർക്കോ മിത്രയെ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ ഗുണ്ടകളാണ് മിത്രയുടെ പിറകെ നടക്കുന്നത്. അതേസമയം ഒരുപാട് ഡ്രൈവ് ചെയ്ത ശേഷം മിത്ര പ്രിന്നെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഡോക്ടേഴ്സ് അവനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവന് ബോധമില്ലാതെ കിടക്കുമ്പോൾ അവൾ അവനെ കാണാനായി റൂമിലേക്ക് വരുന്നു. പ്രിന്റെ അവസ്ഥ കണ്ട് മിത്ര ഇമോഷണലാകുന്നു. അവൾ കരയുന്നുണ്ട്. അപ്പോഴേക്കും പ്രിന് ബോധം വരുന്നു. അവൾ കൈമാറ്റി തൻ്റെ കണ്ണീരെല്ലാം തുടച്ച് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പ്രിൻ അവളെ തടഞ്ഞ് നീ എവിടെ പോവുക? നീ ഓക്കെ ആണോ ചോദിക്കുന്നു. എൻ്റെ ജീവൻ രക്ഷിച്ച ആൾക്ക് ഇപ്പോഴെങ്ങനെയാണ് നോക്കാൻ വേണ്ടി ജസ്റ്റ് വന്നെയാണെന്ന് അവൾ പറയുമ്പോൾ നീ എന്താ എന്നെ ഒരുപാട് ഹേറ്റ് ചെയ്യുന്നുണ്ടോ? എൻ്റെ പേര് പോലും പറയാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. മിത്രയുടെ കൈ അവൻ്റെ ക്ലോസായി കൊണ്ടുവന്ന് ഇത്രയും നാളും ഞാൻ നിന്നോട് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഐ ആം റിയലി സോറി. നീ എന്നോട് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ മരിക്കണമെന്ന്. ഈവൻ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് അവൻ പറയുന്നു. നീ എന്നോട് ചെയ്ത കാര്യങ്ങൾക്ക് മരണം പോലും ഒരു ഈസി വഴിയാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ നിർത്താൻ പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ പ്രിൻ അവളെ തടഞ്ഞ് അവളെ ഹഗ് ചെയ്യുന്നു. അവളും ഒരുപാട് ഇമോഷണലാകുന്നുണ്ട്. ഇവിടെ ക്രിട്ട് പാമ്പിൻ്റെ അടുത്ത് വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. ഇതെല്ലാം നിന്റെ പ്രോബ്ലം ആണ്. ഇനിയും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവളും പറയുന്നു. ക്രിട്ടിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നായും ചെന്നും മിത്ര അന്വേഷിച്ച് പ്രിൻ്റെ വീട്ടിലേക്ക് വരുന്നു. പക്ഷെ ഇന്ന് ഇതുവരെ പ്രിൻ വീട്ടിൽ വന്നിട്ടില്ല എന്ന് അവരറിയുന്നുണ്ട്. പാമ ഗുണ്ടകളെ കോൾ ചെയ്ത് പ്രിന്നെയും മിത്രയും കൊല്ലാൻ പറയുന്നു. നിങ്ങൾ അവരെ കൊന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്നും അവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വീട്ടിലേക്ക് പോകാനായി മിത്ര ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ പ്രിൻ അവളെ തടയുന്നു. ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായി, നീ നാളെ മോർണിംഗ് വീട്ടിൽ പോകാൻ അവൻ പറയുന്നുണ്ട്. പക്ഷേ അവൾ കേൾക്കാതെ വെളിയിലേക്ക് വരുന്നു. അപ്പോഴേക്കും ആ ഗുണ്ടകൾ അവിടേക്ക് വരുന്നത് അവർ രണ്ടുപേരും കാണുന്നു. അവർ അവരെ പിടിക്കുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് മിത്രയും പ്രിന്നും. ഗുണ്ടകൾ അവരുടെ പിറകെയും മിത്രയും പ്രിന്നും ഒരുപാട് നേരം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇവരാരാണ്? ഇവരെന്തിനാ നിന്നെ ഹർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്കും അറിയില്ല. എനിക്ക് ശത്രുക്കൾ എന്ന് പറയാൻ ആരുമില്ല. ആ ഒരാളുണ്ട്, അത് നീ മാത്രമാണെന്ന് അവൾ പറയുന്നു. എനിക്ക് നിന്നെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവരെ യൂസ് ചെയ്ത് ഒരു ഭീരുവിനെ പോലെ ഞാൻ ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല എന്ന് അവൻ പറയുന്നു. ശരിയാ, നീ ഇവരെക്കാളും ഒരുപാട് മോശമാണെന്ന് അവൾ പറയുന്നു. നീ എന്നോട് ആർഗ്യൂ ചെയ്യാതെ പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കാൻ അവൻ പറയുന്നു. ഇങ്ങനെ രണ്ടുപേരും വീണ്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് ഓർഡർ ചെയ്യാതെ മിണ്ടാതിരിക്കാൻ അവളും പറയുന്നു.
നീ എന്നോട് ആർഗ്യൂ ചെയ്യാതെ വണ്ടി ഓടിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവനും പറയുന്നുണ്ട്. അവസാനം ഒരുപാട് നേരം വണ്ടി ഡ്രൈവ് ചെയ്ത ശേഷം ആ ഗുണ്ടകളിൽ നിന്നും അവർ രണ്ടുപേരും രക്ഷപ്പെടുന്നുണ്ട്. അവർ ഒരു സ്ഥലത്ത് വന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു. എനിക്ക് വീട്ടിൽ പോകണമെന്ന് അവൾ പറയുമ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് ഒട്ടും സേഫ് അല്ല. ആ ഗുണ്ടകൾ ഇപ്പോഴും നമ്മളെ അന്വേഷിക്കുകയായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വണ്ടിയിൽ സ്റ്റേ ചെയ്ത ശേഷം നാളെ രാവിലെ പോകാമെന്ന് അവൻ പറയുന്നു. ആ ഇഞ്ചുറി കാരണം പ്രിന് നല്ല പെയിൻ എടുക്കുന്നുണ്ട്. നീ ഓക്കെ ആണോ? വേണമെങ്കിൽ ഞാൻ നിന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് അവൾ പറയുന്നു. കുറച്ചു നേരം ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആകുമെന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് നീ പേടിക്കേണ്ട, നിന്നെ സേഫായിട്ട് ഞാൻ വീട്ടിലെത്തിക്കുമെന്നും അവൻ പ്രോമിസ് ചെയ്യുന്നു. അവൻ ഉറങ്ങിയ ശേഷം മിത്ര വീണ്ടും സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകാനായി. പക്ഷേ ഫ്യൂൾ തീർന്നിട്ടുണ്ടായിരുന്നു. ഈ കാരണത്താൽ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. മറ്റു വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മിത്രയും ആ വണ്ടിയിലിരുന്ന് ഉറങ്ങുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ പ്രിൻ എണീക്കുമ്പോൾ മിത്ര ഉറങ്ങുന്നത് ഒരുപാട് സ്നേഹത്തോടെ അവൻ നോക്കിയിരിക്കുന്നുണ്ട്. അവൾ എണീക്കുമ്പോൾ ഈ സീനാണ് കാണുന്നത്. അവൾക്ക് ഒരുപാട് ഓക്വേർഡ് ഫീൽ ചെയ്യുന്നു. നീ നേരത്തെ എണീറ്റോന്ന് ചോദിക്കുമ്പോൾ കുറച്ച് മുന്നേ എണീറ്റത്, നീ നന്നായി ഉറങ്ങുന്ന കണ്ട് നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നിയില്ല എന്ന് അവൻ പറയുന്നു. നിന്റെ മുറിവ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അവൾ ചോദിക്കുമ്പോൾ പ്രിൻസ് സ്മൈൽ ചെയ്യുന്നു. നീ എൻ്റെ മെൻ്റലാണോ? ഞാൻ നിന്നോട് ചോദിച്ചത് നിന്റെ മുറിവ് എങ്ങനെയുണ്ടെന്ന്. നീ എന്തിനാണ് ഇങ്ങനെ സ്മൈൽ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പ്രിൻ വീണ്ടും സ്മൈൽ ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നെക്കുറിച്ച് കെയർ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ നീ എന്നെക്കുറിച്ച് വറി ചെയ്യുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. എൻ്റെ ജീവൻ രക്ഷിച്ച ആള് ഇവിടെ വെച്ച് മരിക്കരുതെന്ന് മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്ന് അവൾ പറയുന്നു. അതിനുശേഷം അവൾ പ്രിന്നെയും കൂട്ടി ഏതെങ്കിലും ഒരു ഷെൽട്ടർ കിട്ടുമെന്ന് അന്വേഷിക്കുന്നുണ്ട്. കുറെ നേരം ആ കാട്ടിക്കൂടി നടന്ന ശേഷം അവളുടെ മുന്നിൽ ഒരു വീട് കാണുന്നു. അവർ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു ആന്റിയാണ് താമസിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇന്നിവിടെ സ്റ്റേ ചെയ്യൂ. സിറ്റിയിലേക്ക് പോകാനായി നാളെ എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് ആന്റി പറയുന്നു. ആന്റിയുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്ന് മിത്ര ചോദിക്കുമ്പോൾ ഇപ്പോൾ കയ്യിലില്ല. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് വേണ്ടി പോയിരിക്കുക, ഫോണും കൊണ്ടുപോകും, 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് ആന്റി പറയുന്നു. തങ്ങൾക്ക് വേണ്ടി ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നതിന് മിത്ര അവരോട് താങ്ക്സ് പറയുന്നുണ്ട്. നിന്റെ ഹസ്ബൻഡിന്റെ ഹെൽത്ത് മോശമാണെന്ന് തോന്നുന്നു, നീ ഒരു കാര്യം ചെയ്യ്, ഈ മെഡിസിൻ കൊടുക്കാൻ ആന്റി പറയുമ്പോൾ ആന്റി ഇതെന്റെ ഹസ്ബൻഡ് അല്ല, ഫ്രണ്ടാണെന്ന് മിത്ര പറയുന്നുണ്ട്. ഇവിടെ ഗണ്യാണ് കാണിക്കുന്നത്. അവൻ ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. കാരണം മിത്രയുടെ മിസ്സിങ്ങിന് പിന്നിൽ പ്രിന്നാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൺമുന്നിൽ പ്രിൻസ് സബ്മിറ്റ് ചെയ്ത് ആ ടെൻഡർ പ്രോജക്റ്റ് കാണുന്നു. അവനത് തുറന്നു നോക്കുന്നുണ്ട്. പക്ഷെ അതിൽ പ്രോജക്റ്റ് റിപ്പോർട്ടല്ല, പകരം പ്രിൻ എഴുതിയ ഒരു ലെറ്റർ ആയിരുന്നു. സ്റ്റാർലൈറ്റ് പ്രോജക്റ്റിന് വേണ്ടി ഞാൻ എൻ്റെ ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് നന്നായി അറിയാം ഈ പ്രോജക്റ്റിന് ബെസ്റ്റ് മിത്രയാണ്. നിന്നെ ഹെൽപ്പുള്ള കേപ്പബിലിറ്റി അവൾക്കുണ്ട്. പാസ്റ്റിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, പ്രായച്ചിത്തം. മിത്രയുടെ ലൈഫിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പോകാൻ പോകുക. ഇനി ഒരിക്കലും അവളെ ശല്യപ്പെടുത്തി ഞാൻ അവളുടെ മുന്നിലേക്ക് വരില്ല. നീ അവളെ നന്നായി കെയർ ചെയ്യണം. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 പേർ ഒരുമിക്കുന്നതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് അവന് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ലെറ്ററുമായിട്ട് ഗൺ നായെ കാണാൻ വരുന്നു. അവർക്ക് 2 പേർക്കും ഒരു കാര്യം ഉറപ്പാകുന്നു, മിത്രയുടെ മിസ്സിങ്ങിന് പിന്നിൽ പ്രിൻ അല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പാ ഇതിന് പിന്നിൽ എന്തായാലും പാമായിരിക്കും. കാരണം അവൾ മിത്രയെ ഒരുപാട് ഹേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ പ്രൂഫൊന്നും ഇല്ലാന്നും ഞാൻ പറയുന്നു. ഇവിടെ മിത്ര പ്രിന്നെ നന്നായി കെയർ ചെയ്യുന്നു. അപ്പോൾ അവൾക്ക് നിനക്ക് പ്രിന്നോട് ഫീലിങ്സ് ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ച കാര്യം ഓർമ്മ വരുന്നു. നിന്നോട് എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഞാൻ നിന്നെ ഇത്രയും കെയർ ചെയ്യാൻ കാരണം നീ എൻ്റെ ജീവൻ രക്ഷിച്ചുകൊണ്ടാണ്, അതുകൊണ്ടാണ് നീ ഇഞ്ചുവേർഡ് ആയത്. ഇങ്ങനെയെല്ലാം അവൾ സ്വയം പറയുന്നുണ്ട്. ഈ സീനിൽ മിത്രയെ കാണാതെ അവളുടെ ഫാമിലി ഒരുപാട് ടെൻഷനിലാണ്. മിത്രയുടെ ഫാദറും വിചാരിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ പ്രിന്നാണെന്നാണ്. സോ അദ്ദേഹം അവനെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. അവനെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്നെല്ലാം അദ്ദേഹം പറയുന്നു. ഇതെല്ലാം കേട്ട് ഗൺ, ഞാൻ ഒരിക്കലും പറയില്ല പ്രിൻ ഒരു ഗുഡ് പേഴ്സൺ ആണെന്ന്, പക്ഷേ അവൻ ഇത്രയ്ക്ക് മോശം പേഴ്സണും അല്ല ഒരാളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമെന്ന് ഗൺ പറയുന്നു. ഇവിടെ ടോഡ് ക്രിറ്റിനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. കാരണം മിത്രയുടെ പേരൻസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസിൽ. നീ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ എന്നോട് പറയാറില്ല, അണ്ടിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നവരെ.
പിന്നീട് ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ടോഡ് പറയുന്നു. ഐ ആം റിയലി സോറി. ഈ കാര്യം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഇതിൽ ഞാൻ വീഴുകയാണെങ്കിൽ നീയും വീഴും. കാരണം എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്ത് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യം നീ മറക്കണ്ടെന്ന് ക്രിട്ട് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം പാമു അറിയുമ്പം അവൾ ഒരുപാട് ടെൻഷനിലാകുന്നു. അവൾ ആ ഗുണ്ടകളെ കോൾ ചെയ്ത് എത്രയും പെട്ടെന്ന് ടൗൺ വിട്ടു പോകാൻ പറയുന്നുണ്ട്. മിത്ര, ഇത്തവണ നീ രക്ഷപ്പെട്ടു. പക്ഷെ നെക്സ്റ്റ് ടൈം നിന്റെ ലക്ക് നിന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല എന്ന് അവൾ പറയുന്നു. രാത്രി മുഴുവൻ മിത്ര പ്രിന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ അടുത്ത് തന്നെ കിടന്ന് അവൾ ഉറങ്ങുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ പ്രിൻ എണീക്കുമ്പോൾ തൻ്റെ അടുത്ത് മിത്രയെ കണ്ട് അവൻ ഒരുപാട് ഹാപ്പി ആകുന്നു. മിത്ര എണീക്കുമ്പോഴേക്കും ഉറങ്ങുന്ന പോലെ അവൻ ആക്ട് ചെയ്യുന്നു. അവൾ എണീറ്റ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പ്രിൻ അവളെ തടഞ്ഞ് തനിക്ക് തണുക്കുന്നു എന്ന് പറയുന്നു. ബ്ലാങ്കറ്റ് കൊണ്ട് അവൾ അവനെ കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ടും തണുക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ ഹഗ് ചെയ്യുന്നു. മിത്ര അവനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ടൈറ്റായിട്ട് അവൻ വീണ്ടും ഹഗ് ചെയ്യുന്നുണ്ട്. അവളെ ഹഗ് ചെയ്ത് അവൻ കിടക്കുകയാണ്. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നു. ഈ ടൈമിൽ ഞാൻ മരിക്കുകയാണെങ്കിലും അതെൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ടൈം മരണമായിരിക്കും. സോ പ്ലീസ് നീ എന്നെ ഹഗ് ചെയ്ത് കുറച്ചു നേരം കൂടി കിടക്കാൻ പറ്റൂ. ലാസ്റ്റ് ടൈമിലെ പോലെ നീ എന്നെ വിട്ട് പോകരുതെന്നും അവൻ പറയുന്നു. എന്നിട്ട് അവൻ ഉറങ്ങുന്നുണ്ട്. മിത്ര അവനെ നോക്കി സ്വീറ്റായിട്ട് സ്മൈൽ ചെയ്യുന്നു. അവനെ ഹഗ് ചെയ്ത് അവൻ്റെ കൂടെ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മിത്ര പ്രിന് ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്യുന്നു. അതേ ടൈമിൽ മിത്രയെ കാണാതെ ഞാൻ ഒരുപാട് ടെൻഷനിലായിരുന്നു. അവൾ തൻ്റെ ഡാഡിനെ കോൾ ചെയ്ത് മിത്രയെക്കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അവളുടെ ഡാഡ് ഏതോ ഫേമസ് അഡ്വക്കേറ്റോ മറ്റോ ആണ്. മിത്രയും പ്രിന്നും കടൽ നോക്കി എൻജോയ് ചെയ്യായിരുന്നു. പ്രിൻ മിത്രയോട്, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായി ഇതുപോലെ സീനറി എൻജോയ് ചെയ്യണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്ന് അവൻ പറയുന്നു. എന്നിട്ട് മിത്രയോട് വീണ്ടും സോറി പറയുന്നുണ്ട്. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു, അതിനെല്ലാം സോറി എന്ന് പറഞ്ഞ് അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ അവളോട് പറയാൻ തുടങ്ങുന്നു. പാമാണ് അവൾക്ക് ഡ്രഗ് കൊടുത്തതെന്നും അവനെ സെല്ല് ചെയ്തെന്നും മറ്റുമെല്ലാം. പക്ഷെ മിത്ര ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ആ രാത്രിയെക്കുറിച്ച് ഞാൻ എന്നെ മറന്നെയാണ്. നീ എന്തിനാ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. അന്ന് എന്താ സംഭവിച്ചതെന്ന് സത്യം നീ അറിയണമെന്ന് അവൻ പറയുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. നീ എൻ്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ മനസ്സിൽ നിന്നോട് ഒരു ഫീലിങ്സും ഇല്ല. ഞാൻ നീ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും ക്ഷമിക്കില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും മനുഷ്യത്വമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അവൾ പറയുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. എന്നാൽ മാത്രമേ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകൂ. അന്ന് എന്താ സംഭവിച്ചതെന്ന്. കാരണം അന്ന് സംഭവിച്ചതിന് പിന്നിൽ ഞാനല്ല എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് മിത്ര അവനെ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് നീ ഒന്നും മിണ്ടാതിരിക്കൂ. നീ ആ രാത്രിയെക്കുറിച്ച് എന്നോട് പറയും തോറും നിന്നെ അത്രമാത്രം വെറുക്കുമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് പ്രിൻ അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും പരസ്പരം ഇഗ്നോർ ചെയ്യുന്നു. രാത്രിയിൽ നിക്കിനെ റീനയെ കുറിച്ച് ഓർത്ത് മിത്ര ഒരുപാട് സാഡായിരുന്നു. നിക്ക്, റീന, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് അവൾ പറയുന്നു. അപ്പോൾ പ്രിൻ അവിടേക്ക് വരുന്നുണ്ട്. എനിക്ക് വീട്ടിൽ പോകണമെന്ന് അവൾ പറയുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കൂടെ ഞാൻ ഉള്ളപ്പോൾ നിനക്ക് ഒന്നും സംഭവിക്കില്ല. നിന്നെ സേഫായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കും. നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ നിനക്ക് വീണ്ടും മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് മഴ പെയ്യുന്നുണ്ട്. രണ്ടുപേരും അകത്തേക്ക് വരുന്നു. ഇടി വെട്ടുമ്പോൾ മിത്ര പേടിച്ച് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. നീ പേടിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. എനിക്കറിയാം നീ എന്നെ വെറുക്കുന്നുവെന്ന്, എന്നെ കാണുമ്പോൾ നിനക്ക് ഡിസ്കസ്റ്റഡ് ഫീൽ ചെയ്യുന്നുവെന്ന്. പക്ഷേ നിന്നോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിന്നെ മനഃപൂർവ്വം ഹർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പകരം നിന്റെ ജീവിതം നീ ഒരുപാട് ഹാപ്പിനെസ്സോടെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന്. എൻ്റെ തെറ്റുകൾ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നതല്ല. എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ നിന്നോട് പറയില്ല. നിനക്ക് എത്ര വേണമെങ്കിലും എന്നെ വെറുക്കാം, പക്ഷേ ഞാൻ എന്നും നിന്നെ സ്നേഹിക്കുമെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് മിത്രയും ഒരുപാട് ഇമോഷണലാകുന്നു. കാരണം അവളുടെ മനസ്സിലും അവനോട് സ്നേഹം ഉണ്ടായിരുന്നു. ഐ ലവ് യു മിത്ര എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് മിത്ര അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഫൈനലി അവനോട് അവൾ ക്ഷമിക്കുന്നു. ഐ ലവ് യു മിത്ര എന്ന് അവൻ വീണ്ടും പറയുന്നു.
രണ്ടുപേരും റൊമാൻസ് ചെയ്യുന്നുണ്ട്. അവർ ഫിസിക്കലി ഇന്റിമേറ്റ് ആകുന്നു. അതിനുശേഷം പ്രിൻ മിത്രയോട് നിന്റെ സ്റ്റൊമക്കിൽ ഞാനൊരു സർജറി മാർക്ക് കണ്ടല്ലോ, അതെന്താണെന്ന് ചോദിക്കുന്നു. അമേരിക്കയിൽ വെച്ച് എനിക്ക് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നു. പക്ഷേ മിത്രയുടെ കള്ളം പറയായിരുന്നു. നിക്കിനെ റീനെ ഡെലിവറി ചെയ്തപ്പോൾ ഓപ്പറേഷൻ ചെയ്ത മാർക്കായിരുന്നു അത്. ഈ സത്യം അവൾ അവനോട് പറയുന്നില്ല. മിത്ര, നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഡു യു ലവ് മീ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേട്ട് മിത്ര റിപ്ലൈ ഒന്നും പറയുന്നില്ല, പകരം സ്മൈൽ ചെയ്യുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ പ്രിൻ ഉറങ്ങുന്നു. എന്നെ തന്നെ ഞാൻ നിനക്ക് തന്നു, എന്നിട്ടും നീ ഇപ്പോഴും എന്നോട് ചോദിക്കുകയാണോ ഡു യു ലവ് മീ എന്ന്? സാരമില്ല, നാളെ മോർണിംഗിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയും. നമ്മൾ 4 പേരും ഒരു ഹാപ്പി ഫാമിലിയായി ജീവിക്കും. ഞാൻ, നീ, നിക്ക് ആൻഡ് റീന, നമ്മൾ 4 പേരും ഒരുപാട് ഹാപ്പിനെസ് ഉള്ള ഒരു കുഞ്ഞു ഫാമിലി ജീവിക്കും എന്ന് അവൾ പറയുന്നു.